എനിക്കൊരു മെയിൽ വന്നായിരുന്നു. ആ മെയിൽ കണ്ടിട്ട് ലെജിറ്റായിട്ട് തോന്നുന്നത് കറക്റ്റാണ് കാര്യങ്ങൾ. അവർക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഹെൽപ്പ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു 25K എങ്കിലും മിനിമം വേണം. അതിൽ കൂടുതൽ അവർക്ക് ആവശ്യമാണ്. എന്നാൽ 25K എങ്കിലും മിനിമം വേണം. അതിപ്പം ഞാൻ ഇന്നലത്തെ ആഡ് ചെയ്തിരുന്ന എനിക്ക് കൊടുക്കുമായിരുന്നു. അത് ഞാൻ ചെയ്തില്ല. വാട്സപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്നത് എനിക്ക് ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ അതിരാവിലെ തന്നെ സ്വിമ്മിങ്ങിന് പോവാണ്. എൻ്റെ മോൻ പറഞ്ഞിട്ട് എന്ത് തോന്നുന്നു ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. എൻ്റെ പുതിയ എന്തോ ഇട്ടിട്ടുള്ളേ പുതിയ സ്വിം വെയർ കൂടി ഉണ്ട് എനിക്ക്. അത് ടെസ്റ്റ് ചെയ്യണം ഞാൻ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഓൾറെഡി അവൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഇൻട്രോ എടുക്കുന്നു. അതിനാൽ നമുക്ക് പോവാം. ഇതിപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഫുൾ ഗിയറായിട്ടാണ് വന്നിരിക്കുന്നത്. നോസ് പ്ലഗ് സഹിതം. പിന്നെ ഓൾറെഡി എല്ലാ സാധനവും ഉണ്ടല്ലോ. അതൊക്കെ വെള്ളത്തിൽ ചെയ്യണം. ഒടുക്കത്തെ ക്ലിയർ. ഇപ്പോൾ യൂസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ അതല്ല ഇപ്പോൾ ഒടുക്കത്തെ ക്ലിയറാണ്. ഇത് കൊള്ളാമെന്നുണ്ടോ ഗോഗിൾസ്? പക്ഷേ ഈ മേടിച്ചിരിക്കുന്നത് ഇയർ. അപ്പോൾ ആ കണ്ണിൻ്റെ അകത്തായതുകൊണ്ട് എനിക്ക് വേദനയുണ്ട്. മറ്റേ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് പുറത്തോട്ടായതുകൊണ്ട് വലിയ ഇത്രയും വേദന എടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഇതിപ്പം ഫോഗി ആകുന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മിനറൽ വാട്ടറിലൊന്ന് കഴുകിയേക്കാം. അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ ഇട്ട് ഉപയോഗിക്കാൻ നേരത്ത് എത്ര വില കൂടുതലാണ് തീരുമാനമാവും. എൻ്റെ കൂട്ടുകാരന് ചായ കുടിക്കണമായിരുന്നു. അപ്പം ചുങ്കത്ത് കൊണ്ടുവന്നു. ഈ സീനറി നിങ്ങൾ എപ്പോഴും കാണുന്നത്. എന്തായാലും ചായക്കട വരും. ചായ കൊള്ളോ? എനിക്ക് ചായ കുടിക്കാൻ പറ്റത്തില്ല. ഞാൻ വെറുതെ കൂടെ വരാം. ഞാനിപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു. കറണ്ട് പോയപ്പോൾ എനിക്ക് പിന്നെ ആദ്യം തൊട്ട് ചെയ്യേണ്ടി വന്ന്. പിന്നെ അതൊരു മാതിരി ഫുൾ തീർത്ത് വന്നപ്പോൾ പിന്നെയും കറണ്ട് പോയി. അപ്പോൾ പിന്നെയും ഇനി ആദ്യം തൊട്ട് ചെയ്യണം. അപ്പോൾ കറണ്ടില്ല വീട്ടിൽ. ഇങ്ങനെയാണ്. ഇപ്പോൾ ഇന്നലെ മറ്റേ പൈസ വേണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ സോളാർ മേടിച്ചതല്ലേ. കൂടുതൽ മോറലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നായില്ലേ നിങ്ങളുടെ ലൈഫൊന്നും ആകത്തില്ല. അല്ലേ തന്നെ വല്ല സിസ്റ്റം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തീരാപാരയാണ്. അപ്പം ഈ ഫുൾ ഗവൺമെൻറ് നിങ്ങളായിട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളൊന്നും എത്ര പേര് നോക്കുന്നത്? ഞാൻ ചീസ് മേടിക്കാൻ വന്ന ആൾക്കാരെ അടച്ചു കിടക്കും. ഈ മോറൽസ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അങ്ങോട്ട് വേണ്ട കാര്യം ചെയ്യുക. വേറെ ആൾക്കാരും നിങ്ങളെ നോക്കാൻ കാണത്തില്ല. സ്വന്തമായിട്ട് തന്നെ നോക്കണം. മോറൽസൊക്കെ ഒരു പരിധി വരാം. പക്ഷെ ബിസിനസ്സിലൊന്നും മോറൽ നോക്കരുത്. അവിടെ ബിസിനസ്സായിട്ട് തന്നെ എടുക്കണം. ഇവിടെ ബിസിനസ്സിൽ മോറൽ നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ പൊടിയും തട്ടിയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്കില്ലേ പൈസയുടെ ആവശ്യമുണ്ട്. ആർക്കാ ഇല്ലാത്തത്? എനിക്കില്ലേ ആദ്യത്തെ കാര്യം അമ്മയുടെ ഫോൺ അടിച്ചു എന്ന് നമ്മൾ പറയുന്നു. അത് എനിക്കത് മേടിച്ചു കൊടുക്കുന്നത് കയ്യിലില്ല പൈസ. എനിക്കൊരു മെയിൽ വന്നായിരുന്നു. ആ മെയിൽ കണ്ടിട്ട് ലെജിറ്റായിട്ട് തോന്നുന്നത് കറക്റ്റാണ് കാര്യങ്ങൾ. അവർക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഹെൽപ്പ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു 25K എങ്കിലും മിനിമം വേണം. അതിൽ കൂടുതൽ അവർക്ക് ആവശ്യമാണ്. എന്നാൽ 25K എങ്കിലും മിനിമം വേണം. അതിപ്പം ഞാൻ ഇന്നലത്തെ ആഡ് ചെയ്തിരുന്ന എനിക്ക് കൊടുക്കുമായിരുന്നു. അത് ഞാൻ ചെയ്തില്ല. ഇപ്രാവശ്യം ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് മേടിച്ചിരിക്കുന്നത്. കൊള്ളാമെന്ന് നോക്കാം. ഇപ്രാവശ്യം കഴിച്ചിട്ട് പെട്ടെന്ന് അലഞ്ഞാൽ മതി. ഇവന്മാർക്ക് ഫുഡ് കൊടുത്തില്ല. ഇവന്മാർ എന്നെ തീറ്റിക്കത്തില്ല. ഇതേ ഉള്ളിന് എന്നാ ഇതിപ്പോൾ അങ്ങനെ ഞാൻ ചീസ് മെൽറ്റായിട്ടുണ്ട്. ഈ ചീസ് കൊള്ളാമെന്ന് തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് മെൽറ്റായി. ഇട്ടപ്പോൾ തന്നെ മെൽറ്റായില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ ചെയർ വേണ്ട ചാലഞ്ച്. ഞാൻ എന്തുപറ്റി ഞാൻ പറയാം. ഇവിടെ എന്ത് നടക്കുവാണ്? ശർക്കര എന്ന് അരിച്ചു വെച്ചിരിക്കുന്ന അടപ്രഥമമായിട്ട് തോന്നുന്നില്ല. അമ്മ ഇത് മറ്റേ ഇത് അവലല്ലേ? അമ്മ അവല് ഫ്രൈ ചെയ്യാൻ നോക്കുവാണ്. അവല് ഫ്രൈ ചെയ്യുന്നതിന് എന്ത് പറയുന്ന? അവല് വിളയിച്ച് എന്തായാലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ആർക്കും ഉണ്ടാക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി കഴിക്കാനാ. എന്തോ ആയിട്ടാണ് ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പൊക്കെ. ഞാൻ ചെയ്യാം. ഇങ്ങോട്ട് തേങ്ങ ഫുള്ളും. എനിക്കിത് നല്ല ഇഷ്ടമാണ്. എന്നിട്ട് അമ്മ എന്റെ മുമ്പിൽ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്നും കിട്ടത്തില്ല. ഞാൻ ഡയറ്റിലാണ്. മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. അമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാത്തില്ല. എന്തോ ഇത് എള്ള ഇരട്ടയിനകത്ത് നല്ല കട്ട് ചെയ്തു. അമ്മയ്ക്ക് ഇനിയും തേങ്ങ വേണം. ഓൾമോസ്റ്റ് തീർന്നു. ഇനിയില്ല. രണ്ടും തീർന്നു കേട്ടോ. ഇതിപ്പോൾ കുഴപ്പമില്ല. ഗീ ഇട്ടോണ്ടിരിക്കുക. എന്തായാലും ഞാൻ കഴിക്കുന്നില്ല മേടിച്ചിട്ട്. അമ്മ ഇതിനകത്ത് ഇട്ട് അവനിടാൻ പറഞ്ഞ ഇത് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അമ്മ. അമ്മ ഇളക്കിച്ച് ഞാൻ വിയർത്ത് കുളിച്ചെറിയാറ്. അങ്ങനെയാണല്ലോ. ശരി. അപ്പം ഇതാണ് ഇപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല മധുരമായതുകൊണ്ട്. എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ തരാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ മറ്റേ ചെയറില്ലേ ശനിയാഴ്ച കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത്. അത് ഫുള്ള് 7 കിലോ വെച്ചുണ്ടാക്കി ഉരുണ്ട കാലൊക്കെ ആകുമ്പോൾ പിടിക്കാൻ കൊള്ളാം എന്നൊക്കെ രീതിയിൽ ഒരു ചെയർ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞില്ലേ. അത് കിട്ടിയില്ല.
അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വേറൊരു ചെയറിൻ്റെ കടയിൽ പോയി പിന്നെയും ചെയർ തപ്പണം. എന്നുവെച്ചാൽ എന്നെ കൊണ്ട് പൊക്കാൻ കുറച്ച് പാടായിരിക്കണം, അല്ലെങ്കിൽ വെറുതെ ഈസി ആണെങ്കിൽ സിമ്പിൾ വീഡിയോ ആയിരിക്കും. സിമ്പിൾ വീഡിയോ പറ്റത്തില്ല, നിങ്ങൾ കുറച്ചൊക്കെ ചാലഞ്ചിങ് വേണം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ എൻ്റെ സെക്കൻഡ് ക്യാമറ എൻ്റെ വീട്ടിലാണ്. ഒരാൾ എത്ര മെനക്കിടുന്നൊക്കെ അടുന്ന 2 ആൾ മെനക്കിടുന്നതല്ലേ. ഞാൻ വരുന്ന വഴി ഒരു കടയിൽ ചോദിച്ചു, പക്ഷേ അവിടെ 12 കിലോ ഉണ്ടെന്നാ ചെയർ. അത് കുഷ്യൻ വെച്ചാൽ ഇനിയും വെയിറ്റ് കൂടും. എന്ത് ചെയർ ആനൊക്കെ ഇരിക്കാനാണ്. എനിക്ക് ഒരു 7-8 കിലോ. ചേട്ടൻ ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിനല്ല വിൽക്കുന്നത്, തടിക്കും പണിക്കൂലി വേണം. ഞാൻ പറഞ്ഞ തടിയും പണിക്കൂലി അത് ശരി, ഞാൻ ജസ്റ്റ് ആ വെയിറ്റ് എനിക്ക് വേണ്ടിയാണ്. ഇത് 2 പേര് എന്നെ കണക്കത്ത് 2 പേര് ഇരുന്നാലും ഒടിയത്തില്ല. അതല്ല ചേട്ടാ ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് പൊക്കാൻ പറ്റില്ല എന്നാണ്. ഞാൻ പിന്നെ ആ സെയിം കട വന്നിട്ടുണ്ട്, മറ്റേ 3 ചെയറുള്ളത്. അത് എൻ്റെ വെയിറ്റായി നോക്കാം. 88 കിലോ ആണ്. ചെയറും കൂടെ നോക്കട്ടെ. 88, 98, 10 കിലോ ഉണ്ട്. 10 കിലോ. ഒരു ലാസ്റ്റ് ചെയർ കൊണ്ടാണ്, അത് കിട്ടിയില്ലെങ്കിൽ ചെയറിൻ്റെ ചാലഞ്ച് ഞാൻ നിർത്തുവാണ്. അതങ്ങനെയല്ലേ കാണുമ്പത്തില്ല. ഇതിനോടൊപ്പം ഇതിൻ്റെ കാലെടുക്കുന്ന ഫ്ലാറ്റ്. ഇതെനിക്കാണ് ചെയർ കിട്ടുന്നത് കേട്ടോ. 10 കിലോ ആണ് മിക്കതും നല്ല മറ്റേ പിടിയുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഒരെണ്ണം അടുത്ത് 7 കിലോ അടുത്തുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ പിടി ഒട്ടും പിടിക്കാൻ വരുന്നില്ല എനിക്ക്. പിന്നെ ബാക്കിയുള്ളതൊന്നും കറക്റ്റ് വെയിറ്റില്ല. എല്ലാം 10 കിലോയുടെ കയറാം. ഇത് ഇത്രയും വെയിറ്റുള്ള കയറുന്ന അറിയില്ല. 10 കിലോ അല്ല. എന്താ ജിമ്മിൽ പോവാം, ഇവനും പോകാം ജിമ്മിൽ. കാരണം വീട്ടിൽ പോകാം, ഒരു ചെയർ കൂടി തപ്പാം. ജിമ്മിന് വേണ്ടി ലേറ്റ് ആയിട്ടാ. ഇപ്പോൾ ഏകദേശം 8:45. എല്ലാ എക്സസൈസും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യും. ഇന്നലത്തെ ആഡ് ചെയ്യാൻ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കൊച്ചിന് പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മെയിൽ വന്നായിരുന്നു. അതെനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെരിഫൈ ചെയ്തതിനായിട്ട്. അതും പറ്റിയില്ല. പിന്നെ അമ്മയുടെ ഫോൺ ഇപ്പോഴും കേടായി കിടക്കും, അത് പറഞ്ഞ് മേടിച്ചു കൊടുക്കണമുണ്ടായിരുന്നു. അതും പറ്റിയില്ല. ഇനി നോക്കിക്കൊണ്ട് ചെയ്യണം മുമ്പിലോട്ടുള്ളത്. ഇതെന്തായാലും ഇന്നലെ എന്തായാലും ഞാൻ ഡിസൈഡ് ചെയ്തുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതല്ലാതെ ബാക്കിയുള്ളത് ക്ലിയർ ആയിട്ട് നോക്കിക്കൊണ്ട് ചെയ്യണം. ഞാൻ തളർന്നു ബോയ്സ്.